Hello friends, welcome back to Creotopi. അപ്പോൾ നമ്മൾ കുറേ ആയി വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വീക്കിലും വീഡിയോ ചെയ്യാൻ നോക്കാം. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനിമേഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. അതായത് നമുക്ക് XDയിൽ ചെറിയ സ്മോൾ ആനിമേഷൻസുകൾ എങ്ങനെ ചെയ്യാമെന്നുള്ള നോക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതരം കോമ്പണൻസുകൾ നമുക്ക് ഡിസൈനിൻ്റെ ആവശ്യത്തിനായിട്ട് വേണ്ടി വരും. അപ്പോൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടൺ, അതുപോലെ സ്ലൈഡേഴ്സുകൾ, അതുപോലെ ഡ്രോപ്പ് ഡൗൺ മെനൂസ്, പിന്നെ കലണ്ടർ, അതുപോലെ ഇങ്ങനത്തെ ചെറിയ ആനിമേഷൻസുകൾ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ നോർമലി ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ സെപ്പറേറ്റ് കോമ്പണൻ്റായിട്ട് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കത് എന്താ പറയുക, എക്സ്റ്റേണലായിട്ടൊരു കോമ്പണൻ്റ് പോലെ ഈ ഡ്രോപ്പ് ഡൗൺ കൊടുക്കുമ്പോൾ കാണുന്നവർക്ക് അത് കറക്റ്റ് മനസ്സിലായിക്കൊള്ളുന്നില്ല. കോമ്പണൻ്റ് തന്നെ നമുക്ക് ആനിമേഷനായിട്ട് ചെയ്തിട്ട് നമ്മളെ പ്രൊജക്റ്റിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്കത് പ്രോട്ടോടൈപ്പ് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് അത് റിയൽ പ്രിവ്യൂ പോലെ നമുക്ക് എന്താക്കാൻ പറ്റും, അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലത്തെ സെറ്റ് ഓഫ് ആനിമേഷൻസുകളും സെറ്റ് ഓഫ് കോമ്പണൻസിൻ്റെ ആനിമേഷൻസുകൾ നമുക്ക് എന്താക്കാം ചെയ്യാം. അപ്പോൾ ഓരോ വീക്കിലും ഞാൻ ഓരോ ആനിമേഷൻസ്, അതായത് ഫോർ എക്സാമ്പിൾ റേഡിയോ ബട്ടണിൽ നമ്മൾ ചെയ്താൽ നെക്സ്റ്റ് വീക്ക് നമുക്ക് ചെക്ക് ബോക്സ്, അതുപോലെ ഓരോ ആനിമേഷൻസും നമുക്ക് എന്താക്കാം, സെറ്റ് ഓഫ് ആനിമേഷൻസുകൾ അല്ലെങ്കിൽ സെറ്റ് ഓഫ് കോമ്പണൻസുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു കോമ്പണൻസുകൾ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചാലുള്ള യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റും. നമുക്കതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ എങ്ങനെ വേരിയബിളായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു സ്ഥലത്ത് കളർ മാറ്റിക്കഴിഞ്ഞാൽ അക്രോസ് ഓൾ എങ്ങനെ മാറ്റാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ പഠിക്കാം. അപ്പം ഇങ്ങനെ സെറ്റായിട്ട് നമ്മൾ കോമ്പണൻറ്റ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് വേറൊരു പ്രൊജക്റ്റ് വരികയാണ്, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പ്രൊജക്റ്റിലേക്ക് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വേണ്ടി വരും. ഇപ്പോൾ വലിയ പ്രൊജക്ട്സുകളും ഡാഷ്ബോർഡ്സ് പോലുള്ള അല്ലെങ്കിൽ ഒരു വലിയ ആപ്ലിക്കേഷൻ ലെവലിലുള്ള വെബ്സൈറ്റുകളും അല്ലെങ്കിൽ മൊബൈൽ ആപ്സൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചെറിയ റേഡിയോ ബട്ടൺ, ചെക്ക് ബോക്സ്, അതുപോലെ സ്വിച്ച് മെനൂസ്, അതുപോലെ സ്വിച്ച്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് ഫ്രം സ്ക്രാച്ച് അന്നേരം ചെയ്യുന്നതിന് പകരം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും, നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച കോമ്പണൻറ്റ് വെച്ചിട്ട്. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് അപ്പോൾ നമുക്ക് എന്താക്കാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള മൈക്രോ ആനിമേഷൻസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് XD ഓപ്പൺ ചെയ്യാം. അപ്പോൾ XD ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ നോർമലി കാണുന്ന എന്താ പറയുക XDൻ്റെ വിൻഡോ കാണാൻ പറ്റും. അതിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ നമ്മൾ എന്താക്കുന്നു, സ്ക്രീൻ സൈസ് എടുക്കുന്നു. ഞാൻ HD സ്ക്രീൻസാണ് എടുക്കുന്നത്, അതായത് 1920 1080p നമ്മളൊരു സ്ക്രീൻ എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കോമ്പണൻറ്റും നമ്മൾ എന്താ പറയുക, ഓരോ ആർട്ട് ബോർഡായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു വീക്കിലുള്ള അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റേഡിയോ ബട്ടണാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റേഡിയോ ബട്ടൺ നമ്മൾ ഒരു ആർട്ട് ബോർഡിൽ ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നെക്സ്റ്റ് ആർട്ട് ബോർഡിൽ. അപ്പോൾ നമുക്ക് അങ്ങനെ ആർട്ട് ബോർഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സീരീസ് കഴിയുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ കോമ്പണൻറ്റിൻ്റെ സെറ്റും നമ്മളെടുത്ത് ഉണ്ടാവും. അപ്പോൾ ആ സെറ്റ് നമുക്ക് നമ്മൾ കോമ്പണൻറ്റിൻ്റെ ഏരിയയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. കൂടാതെ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഓരോ വീക്കിലും നമ്മൾ ചെയ്യുന്ന വീഡിയോൻ്റെ XD ഫയലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താക്കാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ആർട്ട് ബോർഡിനെ നമ്മൾ റീനെയിം ചെയ്യാൻ പോവാണ്. റേഡിയോ ബട്ടൺ എന്ന് കൊടുക്കാം. റേഡിയോ ബട്ടൺ. ഓക്കെ, റേഡിയോ ബട്ടൺ. അപ്പോൾ ഇതിനെ നമ്മൾ റേഡിയോ ബട്ടൺ എന്ന് പറഞ്ഞിട്ട് റീനെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം റേഡിയോ ബട്ടൻ്റെ ലുക്ക് ആൻഡ് ഫീൽ നിങ്ങൾക്കറിയാം എങ്ങനെയുള്ളതെന്നുള്ളത്. റേഡിയോ ബട്ടൻ്റെ നമുക്ക് എന്താക്കാം, റേഡിയോ ബട്ടൻ്റെ സൈസ് നമ്മൾ ഒരു സർക്കിൾ വരയ്ക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു 50, നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ കുറച്ച് വലുതായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഒരു 50 സൈസിൽ നമുക്ക് യൂസ് ചെയ്യാം. നോർമൽ നമ്മൾ വെബ് പ്രോജക്റ്റിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്രയും സൈസ് വേണ്ട, നമുക്കൊരു 20 അല്ലെങ്കിൽ 30 വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് മതിയാവും, അല്ലെങ്കിൽ 20-25 മതി. അപ്പം 50ൻ്റെ ആവശ്യമില്ല ശരിക്കും. അപ്പം ഞാനിത് ചെയ്യുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി വലുതായി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയ സൈസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ കേസിൽ നിങ്ങളെ പ്രൊജക്റ്റിന് എത്രയാണോ സൈസ് വേണ്ടത് അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ യൂസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ 50 യൂസ് ചെയ്തിട്ടുണ്ട്, 50 എടുത്തിട്ടുണ്ട്. അപ്പോൾ 50ൽ നമ്മളൊരു സർക്കിൾ വരച്ചു. ഓക്കെ, അപ്പം നമുക്കൊരു കളർ ആഡ് ചെയ്യാം.
ഇപ്പോൾ കളർ ആഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഈ ഡ്രോപ്പ് ഡൗൺ ഈ ഒരു സർക്കിളിൻ്റെ ബോർഡർ കാണാം. നിങ്ങൾക്ക് ഇവിടെ ബോർഡർ കളർ ഉണ്ട്. അപ്പോൾ നമ്മൾ ബോർഡർ കളർ ഞാൻ ഒരു കളർ പിക്ക് ചെയ്യാൻ പോവുകയാണ്. നമുക്കൊരു കളർ പിക്ക് ചെയ്യുന്നുണ്ട്. ഈ ബ്ലൂ തന്നെ എടുക്കാം. ഓക്കെ, ഈ ഒരു കളർ പിക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളർ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രൈമറി കളർ പോലെ. ഓക്കെ ഓക്കെ പ്രൈമറി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മളെ ബോർഡറിൻ്റെ കളറ്. അപ്പം ഇതായിരിക്കും നോർമലി, അതായത് ഇനിഷ്യൽ സ്റ്റേജിലുള്ള ലുക്ക് ഇങ്ങനെ ആയിരിക്കും. ഞാനൊരു 2px ബോർഡർ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമുക്ക് നോർമൽ, അതായത് ഡിഫാൾട്ട് സ്റ്റേറ്റ് ഓപ്ഷന്. ഇനി നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താവണം, റേഡിയോ ബട്ടൺ ഫില്ലാവണം. അപ്പോൾ അതിനുള്ള ഇതാണ് ഞാൻ നെക്സ്റ്റ് സ്റ്റേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതായത് ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു ആൾട്ട് പിടിച്ചിട്ട് ആൾട്ട് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്തു. എന്നിട്ട് അതിൻ്റെ ഒരു കോപ്പിയും കൂടി എടുക്കുക. അതായത് കമാൻഡ് D അടിച്ചാൽ മതി. മാക്കിൽ, വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ D അടിക്കുക. എന്നിട്ട് കോപ്പി അടിക്കുക. കോപ്പി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് കൂടി കിട്ടും. അപ്പോൾ അതിനെ ഞാൻ ഷിഫ്റ്റ് ആൾട്ട് വെച്ചിട്ട് എന്താക്കാം, ഷിഫ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ ഷിഫ്റ്റ് ആൾട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രൊപ്പോർഷനലി ചെറുതാക്കാം. അപ്പം ഈ ഒരു ലെവലിൽ വരും. ഈ ഒരു ലെവലിൽ നമുക്ക് എന്താക്കാം, ഫിൽ കളർ ആഡ് ചെയ്യാം. ഓക്കെ, ഫിൽ കളർ ആഡ് ചെയ്തു. അപ്പം ഇതായിരിക്കും ആക്റ്റീവ് സ്റ്റേറ്റ്. ഇതാണ് ആക്റ്റീവായിട്ട് റേഡിയോ ബട്ടൺ ഉണ്ടാവുക. ഇതാണ് നോർമലിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു 2 സ്റ്റേറ്റാണ് നമുക്ക് ഓൾറെഡി റേഡിയോ ബട്ടണിൽ ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ആനിമേഷൻ കോമ്പണൻ്റ് ആക്കാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്താവണം, ഈ ഒരു ലെവലിലേക്ക് വരണം. അതിൽ ഒന്നും കൂടി അൺക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താവണം, നോർമൽ സ്റ്റേറ്റിലേക്ക് പോകണം. അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതൊരു ജസ്റ്റ് റെഫറൻസ് പോലെ എടുത്തു വെച്ചാണ് ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതിലേക്ക് വരിക. ഇതിൽ നമ്മൾ ഈ ഒരു പോർഷനെ നമുക്ക് ഇതിൽ കൊണ്ടുവെക്കാം. ഓക്കെ, ഇതിൽ കൊണ്ടുവെക്കാം. ഇത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു, ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്റ്റീവ് സ്റ്റേറ്റ്. അപ്പം ഇത് രണ്ടും ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനെ ഞാൻ റൈറ്റ് ബട്ടണിൽ ഗ്രൂപ്പ് കൊടുത്തു. ഓക്കെ, കൺട്രോൾ G കൊടുക്കുക. വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ G, മാക്കിലാണെങ്കിൽ കമാൻഡ് G കൊടുക്കുക. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിപ്പോൾ ഗ്രൂപ്പായിട്ടുണ്ട്. ഗ്രൂപ്പായതിനു ശേഷം നമുക്കിവിടെ കോമ്പണൻറ്റ് എന്ന് കാണാൻ പറ്റും. അതായത് കോമ്പണൻറ്റ് പ്ലസ് സൈൻ ഉണ്ട് ഇവിടെ. അല്ലെങ്കിൽ നമുക്ക് ഈ സൈഡിലെ ഈ ഒരു സെക്ഷനിൽ നമുക്ക് കാണാം കോമ്പണൻറ്റിൻ്റെ അടുത്ത് പ്ലസ് കാണാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കോമ്പണൻ്റ് ആക്കണം. അപ്പോൾ കോമ്പണൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പ്രസ് ചെയ്തു, കോമ്പണൻ്റ് ആക്കി. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫാൾട്ട് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഡിഫാൾട്ട് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഡിഫാൾട്ട് സ്റ്റേറ്റിൽ നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്. ഡിഫാൾട്ട് സ്റ്റേറ്റിൽ വേണ്ടത് നമുക്ക് എന്താണ്, ഈ ഒരു സാധനം നമുക്ക് അപ്പിയർ ആവില്ല. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ 0 ആക്കി ഡിഫാൾട്ട് സ്റ്റേറ്റിൽ. ഇനി ഞാൻ ഈ ഡിഫാൾട്ട് സ്റ്റേറ്റിൻ്റെ അവിടെ ഒരു പ്ലസ് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ന്യൂ സ്റ്റേറ്റ് കൊടുക്കുക. ആ സ്റ്റേറ്റിനെ നമ്മൾ ആക്റ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് റീനെയിം ചെയ്യുന്നു, ആക്റ്റീവ് സ്റ്റേറ്റ്. ഓക്കെ, ആക്റ്റീവ് സ്റ്റേറ്റ്. ഇനി ആക്റ്റീവ് സ്റ്റേറ്റിലാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം സെലക്ഷൻ ആക്റ്റീവ് സ്റ്റേറ്റിലാണുള്ളത്. ഞാൻ ഇതിൻ്റെ കൂടെ പ്രസ് ചെയ്യാണ്, ഡിഫോൾട്ട് സ്റ്റേറ്റിലായി, ആക്റ്റീവ് സ്റ്റേറ്റിലായി ഇപ്പം. അപ്പോൾ ആക്റ്റീവ് സ്റ്റേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഓപ്പോസിറ്റ് കുറച്ച് ആ ഒരു സർക്കിൾ ഇവിടെ കാണാം. അതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ എന്താക്കി, 100% ആക്കി. ഇതിന് പുറമേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി കോമ്പണൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് സ്റ്റേറ്റിൽ നമുക്ക് ഉള്ളിൽ ഫില്ല് 100% ഓപ്പോസിറ്റി ഉണ്ട്. ഡിഫാൾട്ട് സ്റ്റേറ്റിൽ നമുക്ക് ഒന്നുമില്ല, അതായത് നോർമൽ സ്റ്റേറ്റിൻ്റെ മൂഡാണ്. അപ്പം നമുക്കിങ്ങനെ ആയി. ഇനി നമുക്കിതിൻ്റെ പ്രിവ്യൂ കൊടുക്കാം. അപ്പോൾ പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കാണാം, കണ്ടോ, ജസ്റ്റ് ആനിമേഷനൊന്നും വർക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് സർക്കിൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ആനിമേഷനാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആനിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന് ഞാൻ ജസ്റ്റ് ഒന്ന് സെൻറ്റർ ആക്കുകയാണ്. ഓക്കെ, സെൻറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം, നമ്മൾ അലൈൻ ടൂൾ വെച്ചിട്ട് നമ്മൾ എന്താക്കുന്നു, സെൻറ്റർ ആക്കുന്നു. ഓക്കെ, സെൻറ്റർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആനിമേഷൻ കൊടുക്കാം. ആനിമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ കോമ്പണൻറ്റ് സെലക്ട് ചെയ്യുക, പ്രോട്ടോടൈപ്പ് ചൂസ് ചെയ്യുക. പ്രോട്ടോടൈപ്പിൽ നമുക്കിവിടെ കാണാം ഒരു ആരോ കാണാം ഇവിടെ, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു സാധനം ഉണ്ടാവും. ഈ ഒരു സാധനം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ഉള്ള സെലക്ഷൻ ഡിഫോൾട്ട് സ്റ്റേറ്റിലാണ്. ട്രിഗർ എന്ന് പറയുന്ന ടാപ്പാണ്. ഓക്കെ, പിന്നെ ഉള്ളത് ടൈപ്പാണ്. ടൈപ്പ് എന്ന് പറയുന്നത് ട്രാൻസിഷൻസ് എന്നാണ്. അതും നമ്മൾ ഓട്ടോ ആനിമേറ്റ് ആകും, ട്രാൻസിഷൻ ഓട്ടോ ആനിമേറ്റ് ആകും. അതിനുശേഷം ഡെസ്റ്റിനേഷൻ ചോദിക്കുന്നുണ്ട്. ഡെസ്റ്റിനേഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ലിസ്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയ ആക്റ്റീവ് സ്റ്റേറ്റ് കാണാം.
ആ ആക്റ്റീവ് സ്റ്റേറ്റ് ചൂസ് ചെയ്ത് കൊടുക്കുക. എപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഡിഫാൾട്ട് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ ആക്റ്റീവ് സ്റ്റേറ്റ് ചൂസ് ചെയ്യും. ഓക്കെ, ഇനി ആക്റ്റീവ് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം. സെയിം ആക്ഷൻസ്, അത് സെയിം ആക്ഷൻസ് ഇവിടെയും നമ്മൾ ചെയ്യണം. അതായത് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ടാപ്പ് ഓക്കെ, ഓട്ടോ ആനിമേഷൻ ഓക്കെ ആണ്. ഡെസ്റ്റിനേഷൻ ചോദിക്കുന്നത് അത് നമ്മൾ ഡിഫാൾട്ട് സ്റ്റേറ്റ് ചൂസ് ചെയ്യാം. ഡിഫാൾട്ട് സ്റ്റേറ്റ് ചൂസ് ചെയ്യുക ആക്റ്റീവ് സ്റ്റേറ്റ് ആണെങ്കിൽ. ഇനി ഡിഫാൾട്ട് സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ ആക്റ്റീവ് സ്റ്റേറ്റ് ചൂസ് ചെയ്യാം. അപ്പം നോർമൽ പോലെ ഡിഫാൾട്ട് സ്റ്റേറ്റ് ആക്കുക. ഇനി നമ്മൾ പ്രിവ്യൂ കൊടുക്കുക. പ്രിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, അൺക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകും. അതായത് ടോഗിൾ പോലെ വരയ്ക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ആനിമേഷൻ ചെയ്യുന്നത്. റേഡിയോ ബട്ടൺ നോർമലി നമുക്കറിയാം, ഒരു റേഡിയോ ബട്ടണിൽ നമുക്ക് റേഡിയോ ബട്ടൺ എന്ന് പറയുന്ന ഒറ്റൊരു ആക്ഷൻസ് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇപ്പം ഓപ്ഷൻസ് ഉണ്ട്, ഇന്ത്യ അല്ലെങ്കിൽ USA എന്ന് പറയുന്ന കൺട്രിയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ 2 കൺട്രി ഓപ്ഷൻ അല്ലെങ്കിൽ എസ് ഓർ നോ ഓപ്ഷൻസ് ആണെന്ന് വിചാരിക്കുക. എസ് ഓർ നോ എന്ന് പറയുന്ന ഓപ്ഷൻസ് നമുക്ക് ഒന്നിക്കേണ്ട എക്സ് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ നോ ചൂസ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റേഡിയോ ബട്ടൺ ചൂസ് ചെയ്യുന്നത്. നമുക്ക് മൾട്ടിപ്പിൾ സെലക്ഷൻ അല്ല, സിംഗിൾ സെലക്ഷനാണ്. അപ്പോൾ ആ ഒരു കേസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത ആനിമേഷൻ. അപ്പം നമ്മൾ ഈ റേഡിയോ ഇതുണ്ടാക്കിയതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ആ ഒരു സംഭവം എങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സെയിം ലെവലിൽ നമ്മൾ എന്താക്കുന്നു, ഒരു 50 സൈസിൽ നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു. 50ൽ ഞാൻ 2px, അതായത് നമ്മൾ സെയിം ബോർഡർ കളർ ചൂസ് ചെയ്തു. നമ്മൾ ഓക്കെ ഇങ്ങനെ ഒന്ന് ചൂസ് ചെയ്തു. അതിൽ നമ്മൾ എന്താക്കി, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. അതായത് കമാൻഡ് D അടിച്ചിട്ട് അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു, അതിൻ്റെ കോപ്പി എടുത്തു. എന്നിട്ട് അതിനെ നേരെ ഞാൻ ചെറുതാക്കി അതൊരു 28ൽ ഞാൻ വെച്ചു. അതിന് ഫിൽ കളർ നമ്മൾ കൊടുത്തു. ഫിൽ കളർ നമ്മൾ പ്രൈമറി കളർ കൊടുത്തു. അതിനുശേഷം ഇതിനെ നമ്മൾ എന്താക്കി, ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് റേഡിയോ 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലേബിൾ കൊടുക്കുകയാണ്. റേഡിയോ 01. ഓക്കെ, റേഡിയോ 01 എന്ന് പറഞ്ഞിട്ട് ഞാൻ ലേബിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ റേഡിയോ 1 എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ ലേബിൾ കൊടുത്തു, കറക്റ്റ് അലൈൻ ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മൾ റേഡിയോ 1. ഇനി നമുക്ക് റേഡിയോ 2 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റൻസ്, അതായത് കോപ്പി എടുത്തു. ഇതാണ് റേഡിയോ 2. ഓക്കെ, അപ്പോൾ നോർമൽ കേസിലാണെങ്കിൽ നമ്മൾ ഇതുപോലെ 2 നമുക്ക് ഒരേ ടൈമിൽ സെലക്ട് ചെയ്യാൻ പറ്റില്ല. റേഡിയോ ബട്ടൺസ് നമുക്ക് എന്താക്കാൻ പറ്റും, 1 മാത്രമേ അറ്റ് എ ടൈമിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ലോജിക്ക് വേ. അതായത് നമ്മൾ റേഡിയോ 1 സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സെലക്റ്റഡ് ആയിരിക്കില്ല, ഇത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഡിഫാൾട്ട് മോഡ്. അപ്പം ഇത് ഞാൻ സെലക്ട് ചെയ്തു, ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, ഗ്രൂപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഗ്രൂപ്പിനെ നമുക്ക് എന്താക്കണം, ആനിമേഷൻ കൊടുക്കണം. അപ്പം ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താക്കാം, ഈ ഗ്രൂപ്പിനെ നേരത്തെ ചെയ്ത പോലെ കോമ്പണൻ്റ് ചെയ്യാം. കോമ്പണൻ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം കാണാൻ നിങ്ങൾക്ക് ഡിഫാൾട്ട് സ്റ്റേറ്റ് ആണ്. ഡിഫാൾട്ട് സ്റ്റേറ്റിൽ നമുക്ക് റേഡിയോ 1 സെലക്റ്റഡ് ആണ്, റേഡിയോ 2 സെലക്റ്റഡ് അല്ല. ഓക്കെ, ഇനി നമുക്ക് റേഡിയോ 2 സെലക്ട് ചെയ്യുമ്പോൾ റേഡിയോ 1 നമുക്ക് ഡിസേബിൾ ആവണം, അതായത് അൺസെലക്റ്റഡ് ആവണം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഡിഫാൾട്ട് സ്റ്റേറ്റ് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ന്യൂ സ്റ്റേറ്റ് ആഡ് ചെയ്യും. അതായത് റേഡിയോ 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു, റേഡിയോ 2. അപ്പോൾ ഈ റേഡിയോ 2ൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്താവണം, റേഡിയോ 2 ആക്റ്റീവ് ആവണം, റേഡിയോ 1 എന്താവണം, ഡിസേബിൾ ആവണം. അപ്പം ഇതുപോലെ 2ൻ്റെ സർക്കിൾ ഓപ്പാസിറ്റി ഫുള്ളാക്കി, 1ൻ്റെ സർക്കിൾ ഓപ്പാസിറ്റി 0യിലും ആക്കി. അപ്പം നമുക്ക് റേഡിയോ 2ൽ ഇങ്ങനെ ആയിരിക്കും, റേഡിയോ 1 എന്ന് പറയുന്നത് ഡിഫാൾട്ട് മോഡിൽ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ സിമ്പിളാണ്. അപ്പം നമുക്ക് എന്താക്കാം, ഡിഫാൾട്ടിൽ സ്റ്റേറ്റിൽ വെക്കുക. അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ ആനിമേഷൻ പ്രോട്ടോടൈപ്പിൽ പോവാം. ഇതിൽ ഡബിൾ ടാപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഡിഫോൾട്ട് സ്റ്റേറ്റ് ആണ്. ടാപ്പ് അതായത് ട്രിഗർ ടാപ്പാണ്. ടൈപ്പ് എന്ന് പറയുന്നത് ആക്ഷൻ്റെ ടൈപ്പ് ആനിമേഷൻസ് ആണ്, ഓട്ടോ ആനിമേഷൻ ആണ്. പിന്നെ ഡെസ്റ്റിനേഷൻ ഏതാണോ വേണ്ടത് ചോദിക്കുമ്പോൾ റേഡിയോ 2 ആണ് നമ്മളത്. ഓക്കെ, റേഡിയോ 2 ആണ്. ഇനി നമുക്ക് തിരിച്ചും അതുപോലെ റേഡിയോ 2ൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഡബിൾ ടാപ്പ് ചെയ്യുക ഇവിടെ. ഇനി ഓട്ടോ ആനിമേഷൻ കൊടുത്തു. ഡെസ്റ്റിനേഷൻ നമുക്ക് ഡിഫാൾട്ട് സ്റ്റേറ്റ് മോഡിലേക്ക് ചൂസ് ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് ജസ്റ്റ് പ്രിവ്യൂ ചെയ്യാം. നമുക്ക് കാണാൻ പറ്റും റേഡിയോ 1ൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റേഡിയോ 2 ഡിസേബിളായി,
റേഡിയോ 2 ക്ലിക്ക് ചെയ്യുമ്പോൾ റേഡിയോ 1 ഇതായി. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്താക്കുന്നത്, സിമ്പിളായിട്ടാണ് നമ്മൾ കോമ്പണൻ്റ് അനിമേഷൻ ചെയ്യുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ കോമ്പണൻ്റ് അനിമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നെക്സ്റ്റ് ടൈമിൽ നെക്സ്റ്റ് പ്രൊജക്റ്റിലൊക്കെ നമുക്ക് എന്താക്കാൻ പറ്റും, റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീക്ക് നമ്മൾ അടുത്തൊരു കോമ്പണൻ്റ് അനിമേഷനായിട്ട് നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, അതുപോലെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് എന്താക്കാം, നെക്സ്റ്റ് വീക്ക് കാണാം. സീ യു ബൈ.